ദ സെവൻത്ത് യൂണിറ്റ് ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻ, മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ. 14 മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം യൂറോപ്പിൽ പൊതുവെ നഗരങ്ങളുടെ വളർച്ചയുടെ കാലമായിരുന്നു. വ്യത്യസ്തമായ നഗര സംസ്കാരവും അതോടൊപ്പം രൂപം പ്രാപിച്ചു. ഗ്രാമീണ ജനതയേക്കാൾ സംസ്കാര സമ്പന്നരാണ് തങ്ങളെന്ന് നഗരവാസികൾ ചിന്തിക്കാൻ തുടങ്ങി. പട്ടണങ്ങൾ, പ്രത്യേകിച്ച് ഫ്ലോറൻസ്, റോം, വെനീസ് എന്നിവ കലയുടെയും പഠനത്തിൻ്റെയും കേന്ദ്രങ്ങളായി. സമ്പന്നരായ ആഭിജാതവർഗം എഴുത്തുകാരെയും കലാകാരന്മാരെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു. ഇതേ കാലത്തുണ്ടായ അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തം പുസ്തകങ്ങളും മാസികകളും മറ്റും പട്ടണങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ കാരണമായി. ചരിത്രബോധം ഉൾക്കൊണ്ട യൂറോപ്പിലെ ജനങ്ങൾ പ്രാചീന ലോകവും ആധുനിക ലോകവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞു. മതം വ്യക്തിപരമായ കാര്യമാണെന്ന കാഴ്ചപ്പാട് പൊതുവെ വളർന്നു വന്നു. ഭൂമി സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണെന്ന പള്ളിയുടെ വിശ്വാസം ശാസ്ത്രജ്ഞന്മാർ നിരാകരിച്ചു. മെഡിറ്ററേനിയൻ കടലാണ് ഭൂമിയുടെ കേന്ദ്രമെന്ന യൂറോ കേന്ദ്രീകൃത വിശ്വാസവും ഭൂമിശാസ്ത്രപരമായ പുതിയ അറിവിൻ്റെ വെളിച്ചത്തിൽ തകർന്നുപോയി. 14-ാം നൂറ്റാണ്ട് മുതലുള്ള യൂറോപ്പിൻ്റെ ചരിത്രത്തിന് നിരവധി ആധികാരിക രേഖകളുടെ പിൻബലമുണ്ട്. പ്രമാണങ്ങൾ, അച്ചടിച്ച പുസ്തകങ്ങൾ, ചിത്രങ്ങൾ, ശില്പവേലകൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഇവയിൽ പലതും യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ആർക്കൈവ്സിൽ റെക്കോർഡുകളും രേഖകളും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലമാണ് ആർക്കൈവ്സ് എന്ന് പറയുന്നത്. അവിടെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇക്കാലത്തെ സാംസ്കാരിക ചലനങ്ങളെ വിശേഷിപ്പിക്കാൻ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന പദമായിരുന്നു റിനൈസൻസ് ഓർ റീബർത്ത്, നവോത്ഥാനമാണ്. സ്വിസ് ചരിത്രകാരനായ ജേക്കബ് ബുർക്കാട്സ് ആണ് ഈ സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയുന്നത്. അദ്ദേഹം പ്രസിദ്ധ ജർമ്മൻ ചരിത്രകാരനായ ലിയോപോൾഡിൻ്റെ ശിഷ്യനായിരുന്നു. എന്നാൽ അധ്യാപകൻ്റെ ചരിത്രവീക്ഷണമായിരുന്നില്ല ശിഷ്യൻ്റേത്. സർക്കാർ വകുപ്പുകളിൽ നിന്നും മറ്റും കിട്ടുന്ന രേഖകളും ഫയലുകളും ആധാരമാക്കിയ ചരിത്രമെഴുതാനാണ് ലിയോപോൾഡ് നിർദ്ദേശിച്ചത്. രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ചെഴുതാനായിരുന്നു ലിയോപോൾഡിന് ചരിത്രം. എന്നാൽ ബുർക്കാട്സ് അത് സമ്മതമായില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയം കൊണ്ട് മാത്രം അഥവാ രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് കൊണ്ട് ചരിത്രം പൂർണ്ണമാകുന്നില്ല. സംസ്കാരത്തെ സംബന്ധിക്കുന്ന അന്വേഷണം കൂടി ചേർന്നാലേ ചരിത്രം പൂർണ്ണതയിലെത്തുകയുള്ളൂ. നവോത്ഥാനം, റിനൈസൻസ്. നവോത്ഥാനം എന്ന അർത്ഥമുള്ള ഫ്രഞ്ച് വാക്കാണ് റിനൈസൻസ്. റിനൈസൻസ് ഈസ് എ ഫ്രഞ്ച് വേർഡ് മീൻസ് റീബർത്ത് ഓർ റിവൈവൽ. റിനൈസൻസ് ഈസ് റിവൈവൽ ഓഫ് ആൻഷ്യൻ്റ് ഗ്രീക്ക് റോമൻ ക്ലാസിക്കൽ കൾച്ചർ. പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനമാണ് യൂറോപ്പിലെ നവോത്ഥാനം. 14-15 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ സാംസ്കാരികവും ഭൗതികവുമായ പ്രസ്ഥാനമാണ് നവോത്ഥാനം. റിനൈസൻസ് ഈസ് എ കൾച്ചറൽ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ഫ്രം 14th to 17th century. റിനൈസൻസ് പീരിയഡ് വിറ്റ്നസ്ഡ് ന്യൂ ട്രെൻഡ്സ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ, ഫിലോസഫി, സയൻസ് എക്സെട്ര. കലാ, സാഹിത്യം, ശാസ്ത്രം, തത്വചിന്ത എന്നീ മേഖലകളിൽ പുതിയ പ്രവണതയ്ക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. റിനൈസൻസ് സോഴ്സസ്. നവോത്ഥാനം ഉറവിടങ്ങൾ. പ്രമാണങ്ങൾ, അച്ചടിച്ച പുസ്തകങ്ങൾ, ചിത്രകല, പ്രതിമാ നിർമ്മാണം, കെട്ടിടങ്ങൾ, വസ്ത്രനിർമ്മാണം എന്നിവയാണ് പ്രധാനപ്പെട്ട സോഴ്സസ്. ഡോക്യുമെൻറ്റ്സ്, പ്രിൻറ്റഡ് ബുക്സ്, പ്രിൻറ്റിംഗ്, സ്കൾപ്ചേഴ്സ്, ബിൽഡിംഗ്സ്, ടെക്സ്റ്റൈൽസ് എക്സെട്ര ആർ ദി മെയിൻ സോഴ്സസ് ഓഫ് ദി റിനൈസൻസ് പീരിയഡ്. നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലം നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിനൈസൻസ്. 14th to 17th century. The end of the 17th century, towns were growing Europe. 14-17 നൂറ്റാണ്ടുകൾക്കിടയിൽ യൂറോപ്പിൽ ധാരാളം നഗരങ്ങൾ ഉയർന്നു വന്നു. ഫ്ലോറൻസ്, വെനീസ്, റോം എന്നീ ഇറ്റാലിയൻ നഗരങ്ങൾ കലയുടെയും പഠനത്തിൻ്റെയും കേന്ദ്രങ്ങളായി ഉയർന്നു വന്നു. കലാകാരന്മാരെയും എഴുത്തുകാരെയും സമ്പന്നരും കുലീന വിഭാഗവും പിന്തുണച്ചു. അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തം പുസ്തകങ്ങൾ കൂടുതൽ പേരിലെത്താൻ സഹായിച്ചു. യൂറോപ്യന്മാർക്കിടയിൽ ചരിത്രബോധ വികാസം പ്രാപിക്കുകയും തങ്ങളുടെ കാലഘട്ടത്തെ ആധുനിക കാലമായി അവർ കണക്കാക്കാൻ തുടങ്ങുകയും ചെയ്തു. മതം അവരവരുടെ വ്യക്തിപരമായ കാര്യമായി കരുതാൻ തുടങ്ങി. സഭയുടെ ഭൂമി കേന്ദ്ര കാഴ്ചപ്പാടിനെ ശാസ്ത്രം തിരുത്തി. ഭൂമിശാസ്ത്രത്തിലെ പുതിയ അറിവ് മെഡിറ്ററേനിയൻ കടലാണ് ലോകത്തിൻ്റെ മധ്യമെന്ന യൂറോപ്യൻ കാഴ്ചപ്പാടിനെ മാറ്റി. ഈ മാറ്റങ്ങളെ സൂചിപ്പിക്കുവാൻ 19-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ നവോത്ഥാനം എന്ന പദം ഉപയോഗിച്ചു. ജേക്കബ് ബുർക്കാട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ സിവിലൈസേഷൻ ഓഫ് റിനൈസൻസ് എന്നത്. ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ സംസ്കാരം എന്ന പുസ്തകം. ഇറ്റലിയിലെ നഗരങ്ങളുടെ പുനരുദ്ധാരണം നോക്കാം. ദ റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ പല നഗരങ്ങളും നശിക്കപ്പെട്ടിരുന്നു. ബൈസാൻഡിയൻ, ഇസ്ലാമിക, മംഗോളിയൻ സാമ്രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിലൂടെ ഇറ്റാലിയൻ തുറമുഖങ്ങൾ പുനരുജ്ജീവിക്കപ്പെട്ടു.
ഇറ്റലിയിലെ രാഷ്ട്രീയ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു പല നഗരങ്ങളും റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തെ തുടർന്ന് തകർന്നു. അവിടെ ഒരു ഏകീകൃത സർക്കാർ ഉണ്ടായിരുന്നില്ല. റോമിലെ പരമാധികാരിയായിരുന്ന പോപ്പ് ശക്തമായ രാഷ്ട്രീയ ശക്തിയായിരുന്നില്ല. സ്വതന്ത്രമായ രാഷ്ട്രങ്ങളായി ഇറ്റാലിയൻ നഗരങ്ങൾ വികസിച്ചു. ഫ്ലോറൻസ്, ജനോവ, വെനീസ് എന്നീ പ്രധാന നഗരങ്ങളായിരുന്നു അതിൽ പ്രധാനം. ഫ്ലോറൻസും വെനീസും റിപ്പബ്ലിക്കുകളായിരുന്നു. മറ്റുള്ളവ രാജാക്കന്മാർ ഭരിച്ച രാജകീയ നഗരങ്ങളായിരുന്നു. സമ്പന്നരും ബാങ്കർമാരും ഭരണത്തിൽ സജീവമായി ഇടപെട്ടു. പൗരത്വം എന്ന ആശയം വികസിച്ചു വന്നു. ഫ്യൂഡൽ ബന്ധങ്ങളാൽ പുനർനിർമ്മിക്കപ്പെട്ട പടിഞ്ഞാറൻ യൂറോപ്പ് ലാറ്റിൻ പള്ളിയുടെ കീഴിലും കിഴക്കൻ യൂറോപ്പ് ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലും ഏകീകരിക്കപ്പെട്ടിരുന്നു. ഇക്കാലത്ത് ഇസ്ലാം പടിഞ്ഞാറ് പൊതു സംസ്കാരം സൃഷ്ടിക്കുകയായിരുന്നു. എന്നാൽ ഇതേ കാലത്ത് ഇറ്റലിയാകട്ടെ ദുർബലവും ശിഥിലീകൃതവുമായിരുന്നു. എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇറ്റലിയുടെ സാംസ്കാരിക പുനരുദ്ധാരണത്തിന് വഴിതെളിയിച്ചത്. വെനീസും ജനീവയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വെനീസും ജനീവയും മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായിരുന്നു. അവിടെ പൗരോഹിത്യത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നില്ല. ശക്തരായ ഫ്യൂഡൽ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല. സമ്പന്നരായ വ്യാപാരികളും ബാങ്കർമാരും ഈ നഗരങ്ങളുടെ ഭരണത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടു. പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന ആശയം മുളപൊട്ടാൻ അത് സാഹചര്യമൊരുക്കി. ഈ നഗരം സൈനിക ഏകാധിപതികൾ ഭരിച്ചപ്പോഴും തങ്ങൾ പൗരന്മാരാണെന്ന നഗരവാസികളുടെ അഭിമാനത്തിന് കുറവ് സംഭവിച്ചിരുന്നില്ല. സർവകലാശാലകളും മാനവികതയും. സർവകലാശാലയും മാനവികതയും എന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങളിലാണ് യൂറോപ്പിലെ ആദ്യകാല സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടത്. പാദുവ സർവകലാശാല, ബൊളോഗ്ന സർവകലാശാല. നിയമം, വൈദ്യം, ദൈവശാസ്ത്രം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും ഇടപാടുകൾ വ്യാഖ്യാനിക്കാനും നിയമജ്ഞർ ആവശ്യമായിരുന്നു. നിയമം ഒരു ജനപ്രിയ വിഷയമായിരുന്നു. വിദ്യാഭ്യാസത്തിന് മതവുമായി ബന്ധമുണ്ടായിരുന്നില്ല. ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഹ്യൂമനിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് ഹ്യൂമനിസം ഫ്രാൻസിസ്കോ പെട്രാർക്ക്. മാനവികതാവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് പെട്രാർക്ക്. ഫ്ലോറൻസ് ആയിരുന്നു സ്വദേശം. ഗ്രീക്ക് റോമൻ കൃതികൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ആസ്ഥാന കവി എന്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമനിസം. മെയിൻ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ. സംസ്കാരം എന്ന അർത്ഥമുള്ള ഹ്യൂമാനിറ്റാസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന വാക്കുകൾ ഉണ്ടായത്. റോമൻ നിയമജ്ഞനായ സിസേറോ ഹ്യൂമാനിറ്റേസ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. മതപരമായ പഠനത്തിൽ നിന്ന് മതേതരമായ പഠനത്തിലേക്കുള്ള മാറ്റമാണ് മാനവികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പകരം മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പാഠ്യവിഷയങ്ങൾ മാറി. ഈ പുതിയ സംസ്കാരത്തെ 19-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് വിളിച്ചു. വ്യാകരണം, പ്രഭാഷണകല, ചരിത്രം, കാവ്യങ്ങൾ, തത്വചിന്ത തുടങ്ങിയവ പഠിപ്പിക്കുന്നവരെ ഹ്യൂമാനിറ്റീസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇറ്റലിയിലെ സ്കൂളുകളിലും മറ്റും യൂറോപ്യൻ സ്കൂളുകളിലും മാനവിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ ആരംഭിച്ചു. മനുഷ്യൻ്റെ അന്തസ്സ് എന്ന വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള പ്രാധാന്യത്തെപ്പറ്റി ഫ്ലോറൻസിലെ ഹ്യൂമനിസ്റ്റായ ജിയോവന്നി പിക്കോഡെല്ല മിറാൻഡോള എഴുതി. നോക്കാം ഫ്ലോറൻസിനെ കുറിച്ച്. ഫ്ലോറൻസ് 2 മഹാത്മാനായ പൗരന്മാരെ സൃഷ്ടിച്ച നഗരമാണ്. മതപരമായ വിഷയങ്ങളെ മാനവിക വിഷയങ്ങളോടെ എഴുതിയ എഴുത്തുകാരൻ, ജീവനുള്ളതുപോലെയുള്ള ചിത്രങ്ങൾ വരച്ച ചരിത്രകാരന്മാർ. നവോത്ഥാന മനുഷ്യൻ, റിനൈസൻസ് മാൻ, വെരി ഇമ്പോർട്ടൻറ്റ്. പല താല്പര്യങ്ങളും കഴിവുകളുമുള്ള മനുഷ്യരാണ് നവോത്ഥാന മനുഷ്യർ അല്ലെങ്കിൽ റിനൈസൻസ് മാൻ എന്ന്. എ പേഴ്സൺ വിത്ത് മെനി ഇൻട്രസ്റ്റ് ആൻഡ് സ്കിൽ. ദേ വർ സ്കോളർ, ഡിപ്ലോമാറ്റ്, തിയോളജിയൻ, ആർട്ടിസ്റ്റ് കമ്പൈൻഡ് ഇൻ വൺ. പണ്ഡിതൻ, നയതന്ത്രജ്ഞൻ, കലാകാരൻ, തിയോളജിയൻ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒറ്റ വ്യക്തി നവോത്ഥാന മനുഷ്യൻ എന്നറിയപ്പെട്ടു. ചരിത്രത്തിൻ്റെ മാനവിക വീക്ഷണം. നൂറ്റാണ്ടുകൾ നീണ്ട അന്ധകാര യുഗത്തിന് ശേഷം യഥാർത്ഥ നാഗരികത തങ്ങൾ പുനഃസ്ഥാപിക്കുകയാണെന്ന് ഹ്യൂമനിസ്റ്റുകൾ കരുതി. Humanists thought that they believed that they were restoring the true civilization after centuries of darkness. ഇരുണ്ട യുഗത്തിന് ശേഷം അവർ പുതുയുഗം ഉണ്ടാക്കുകയാണെന്ന്, പുനഃസ്ഥാപിക്കുകയാണെന്ന് അവർ കരുതി. റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഇരുണ്ട യുഗം അല്ലെങ്കിൽ ഡാർക്ക് ഏജ് എന്ന മധ്യകാലം ആരംഭിച്ചതെന്ന് അവർ കരുതി. 14-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ പുതിയ യുഗം ആരംഭിച്ചതായി പണ്ഡിതന്മാർ കണക്കാക്കി. They assumed that a new age had begun in Europe from the 14th century. Recently, historians have questioned these divisions.
അടുത്ത കാലത്ത് ചരിത്രകാരന്മാർ ഈ വിഭജനത്തെ എതിർത്തിട്ടുമുണ്ട്. ഹ്യൂമനിസ്റ്റുകളുടെ ചരിത്രകാല വിഭജനം ഇങ്ങനെയാണ് നോക്കാം. മധ്യകാലം 5-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ളൊരു കാലഘട്ടം. ഇരുണ്ട കാലം 5 മുതൽ 9-ാം നൂറ്റാണ്ട് വരെ, ഇരുണ്ട യുഗം ഓർ ദി ഡാർക്ക് ഏജ്. 9-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ദ ഏർലി മിഡിൽ ഏജസ്, ആദ്യകാല ഇരുണ്ട യുഗം. 11-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ദ ലേറ്റൽ മിഡിൽ ഏജ്, പിൽക്കാല ഇരുണ്ട കാലം. 15th century ഓൺവേർഡ്സ് ആധുനിക കാലമാണ്. 15-ാം നൂറ്റാണ്ട് മുതൽ ദ മോഡേൺ ഏജ്, ആധുനിക യുഗം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സയൻസ് ആൻഡ് ഫിലോസഫി ദ അറബ്സ് കോൺട്രിബ്യൂഷൻ ടു റിനൈസൻസ്, അറബികളുടെ സംഭാവന, ശാസ്ത്രവും തത്വചിന്തയും നവോത്ഥാനത്തിന് അറബികൾ നൽകിയ സംഭാവനകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.